എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന മുറുക്കിൻ്റെ റെസിപ്പിയാണ്. അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ബട്ടർ മുറുക്കാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. അരി അരയ്ക്കാതെ നമുക്ക് അരിപ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ആവശ്യമായ ചേരുവകൾ നോക്കാം. അതിനായി 2 കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. നൂൽപുട്ടും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി തന്നെയാണ്, വറക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യമുള്ളത് 1 കപ്പ് പൊട്ടുകടലയാണ്. ഇത് നന്നായി പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ ഫ്ലോറായി തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഒന്ന് അരിച്ചെടുക്കാം. ഇതൊന്നുകൂടി പൊടിച്ചെടുക്കാം. തരിക്കാതെ കടലപ്പൊടി അരിപ്പൊടിയിലേക്ക് ഇടണ്ട. ഇതുപോലെ പൊടിയാതെ കിടക്കുന്ന ഭാഗങ്ങളുണ്ടാകും. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം. 1.5 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂണോളം കറുത്ത എള്ള്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം. നന്നായി പൊടിച്ച പൊടിയായിരിക്കണം. 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ കായപ്പൊടി. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെണ്ണ ചേർക്കാം. ഇതിന് പകരം നല്ല ചൂടായ സൺഫ്ലവർ ഓയിലും ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. വെണ്ണ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മുറുക്കിന്. മാവും എണ്ണയായിട്ട് നന്നായി മിക്സ് ആവണം. ഇത് രണ്ടും മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണം. 5-6 മിനിറ്റോളം ആകും. നന്നായി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു ഉരുള പിടിക്കാൻ പറ്റും. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് നന്നായി കുഴച്ചെടുത്താൽ മതി. കുറേശ്ശെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ഏകദേശം 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്. നന്നായി കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് ഒന്നുകൂടി കട്ടിയായിട്ടുണ്ട്. ഇതുപോലെ ഉരുള പിടിക്കാൻ പറ്റണം. ഇനി സേവനാഴിയിലേക്ക് നിറയ്ക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ സ്റ്റാർ വെച്ചാണ് എടുത്തിരിക്കുന്നത്. മുറുക്ക് പിഴിഞ്ഞിടുമ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കണം. പിഴിഞ്ഞുള്ള തന്നെ മുറുക്കിളക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകും. ഇതുപോലെ കുറേശ്ശെ പത അടങ്ങാൻ തുടങ്ങുമ്പോഴാണ് തിരിച്ചിടേണ്ടത്. ഇനിയും ആവാനുണ്ട്. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തിരിച്ചിടാം. ഇതുപോലെ ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം. നല്ല സോഫ്റ്റും ക്രിസ്പിയുമായ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. 2-3 ആഴ്ച വരെ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പസോഡ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.